ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലുള്ള ഞാൻ അതിന്റെ ഓരോന്നിന്റെ പേരൊന്നും പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ മുന്നിൽ ഞാൻ വ്യത്യസ്ത രീതിയിൽ അത് പരിചയപ്പെടുത്താൻ ഞാൻ തയ്യാറില്ല, ഞങ്ങൾ പറയാൻ പാടില്ല. എങ്കിലും വ്യത്യസ്തങ്ങളായ ലഹരി വസ്തുക്കളാണ് ഇന്ന് കടന്നു വരുന്നത്. ഇതൊക്കെ തന്നെ എന്താ ചെയ്യുന്നത്? നമ്മുടെ തലച്ചോറിലെ നമുക്ക് സന്തോഷം തരുന്ന, നമുക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടി തലച്ചോറിൽ പ്രവർത്തിക്കുന്ന, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡോപാമിൻ എന്ന് പറയുന്ന രാസഘടകത്തെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക കൂടുതൽ അളവിൽ. ഇത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് അളവ് കൂടി വരും. ഇത് അളവ് കൂടി വരുമ്പോൾ എന്താ സംഭവിക്കുക? ഒരാൾ മദ്യപിക്കുകയാണ്, അല്ലെങ്കിൽ ഒരാൾ ലഹരി വസ്തു ഉപയോഗിക്കുമ്പോൾ സിഗരറ്റ് വലിക്കുക. ഒരു സിഗരറ്റ് വലിക്കുന്ന ആള് തുടക്കത്തിലെ ഒരു പെട്ടി വലിച്ചിട്ടാണ് തുടങ്ങുന്നത്, ആണോ? ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. സിഗരറ്റ് പോലും ലഹരി വസ്തുക്കളിൽ നിന്ന് വ്യത്യസ്തമല്ല. വ്യക്തിയിലെ പുകയില മുറുക്ക് ലഹരി വസ്തുവാണ്. തമാശയ്ക്ക് വലിച്ച് ആദ്യം ഒരു പുക വലിച്ച് കൂട്ടുകാരെ കൂടെ, പിന്നെ അത് 1-2 പുകയായി മാറി, പിന്നെ അതൊരു സിഗരറ്റായി മാറി, പിന്നെ അത് വ്യത്യസ്ത അളവിൽ കൂടി ഒരു പാക്കറ്റും 1.5 പാക്കറ്റുമായി മാറുക ചെയ്യും. മദ്യപിക്കുന്ന ആള് ആദ്യം തന്നെ ഒരു കുപ്പി ഒന്നായിട്ട് കുടിച്ചിട്ടാണ് മദ്യപിച്ച് പഠിക്കുന്നതല്ല, ഒരല്പം കഴിക്കും. അതുകൊണ്ട് ഡോപാമിന്റെ അളവ് ചെറുതായിട്ട് വർദ്ധിക്കുമ്പോൾ അയാൾക്ക് രസം തോന്നും. കുറച്ചു കാലം നിരന്തരം അതേ അളവിൽ ആ ലഹരി വസ്തു ഉപയോഗിക്കുമ്പോൾ അയാൾക്ക് ആ രസം കിട്ടാതെ വരുമ്പോൾ ഒരു അളവും കൂടെ കൂടുതൽ, അത്ര കൂടി കുടിച്ചാലേ ആ രസം കിട്ടും. അപ്പൊ വീണ്ടും കുടിക്കും. അങ്ങനെ കുടിച്ച് വലിയ അളവിൽ മദ്യപാനിയായി മാറും. അല്ലാതെ ആരും തുടക്കത്തിലെ വലിയ അളവിൽ കഴിച്ചിട്ടല്ല പഠിക്കുന്നു. വലിയ രീതിയിൽ വീട്ടകങ്ങളിലൊക്കെ ഒരുപാട് അസ്വസ്ഥതകൾ പലപ്പോഴായി ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യും. എന്നെ കാണാൻ ഒരുപാട് ആളുകൾ ഓഫീസിൽ ഞങ്ങളെ കാണാൻ വരും. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന വിമുക്തി ലഹരി വർജന മിഷൻ വിമുക്തിയുടെ ഭാഗമായിട്ട് ഇത്തരം കൗൺസിലിംഗ് കൊടുക്കുന്നതിനും സഹായത്തിനുമായി അഭ്യർത്ഥിച്ചുകൊണ്ടും വീട്ടിലെ അസ്വസ്ഥതകൾ മാറ്റാനായിട്ട് ഒരുപാട് ആളുകൾ ബന്ധപ്പെടും. അവരൊക്കെ പറയുന്ന കഥ കേട്ടാൽ പേടി തോന്നും. ഒരു ദിവസം ഞാൻ പൊന്നാനി ജോലി ചെയ്യുന്ന സമയത്തൊരു അവസരത്തില് ഞങ്ങള് റെയ്ഡൊക്കെ പോയി കയറി വന്ന് ഓഫീസിൽ വന്ന് ഞങ്ങളെ ചുറ്റുപാത്രമൊക്കെ തുറന്ന് ഭക്ഷണം കഴിക്കാം. ആ ഭക്ഷണം കഴിക്കാൻ പാത്രം തുറന്ന സമയത്ത് ഒരു ഫോണ് വരുന്നു. ആരോ വിളിച്ചു, സാർ പെട്ടെന്ന് വരണം, തൊട്ടടുത്ത പൊന്നാനിയിൽ ഒരു സ്ഥലം, ഞാൻ സ്ഥലം ഒന്നും പറയുന്നില്ല, മറ്റേ പൊന്നാനി അങ്ങോട്ടല്ല, ഈ കുറ്റിപ്പാല ഭാഗത്തുനിന്ന് അപ്പുറത്തെ തെക്ക് ഭാഗത്ത് ഉടനെ വരണം സാർ, ഒരു പയ്യൻ ഇവിടെ ആ തള്ളയപ്പ കൊല്ലും, പെട്ടെന്ന് വരണം. ഈ കൊല്ലും എന്ന് പറഞ്ഞു കേട്ടാൽ പിന്നെ ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ വയ്യല്ലോ. ഞങ്ങൾ ഉടനെ വാഹനം എടുത്ത് കിട്ടാവുന്നവർ കിട്ടുന്ന ബൈക്കും എടുത്ത് പുറകെ പിടിക്കുക. പാത്രമൊക്കെ അവിടെ അടച്ചു വെച്ച് ഭക്ഷണമൊന്നും കഴിക്കാമെന്ന് ചെന്ന് നോക്കുമ്പോൾ എന്താ സ്ഥിതി? അവിടെ ഒരു സ്ത്രീയെ ഒരു ചെറിയ വീടിന്റെ കൊലായിൽ ഒരു പയ്യൻ മുടി കുത്തിപ്പിടിച്ച് ഒരു കത്തിയുമായി നിന്ന് ആ സ്ത്രീയുടെ കാല് ചവിട്ടി പിടിച്ചിരിക്കും. കഴുത്തിലെ മാല എടുക്കാൻ. ആരാണ് ആ സ്ത്രീ എന്നറിയാം? സ്വന്തം അമ്മ. സ്വന്തം അമ്മയുടെ കഴുത്തുനിന്ന് മാല ചോദിച്ചു കൊടുക്കാത്തത് കൊണ്ട് അവൻ ഞാനിത് കഴുത്തറത്താണെങ്കിലും ഞാൻ എടുക്കും എന്ന് പറയുന്ന മാനസികാവസ്ഥ എന്തുകൊണ്ടുണ്ടാവുന്നു? ഇത്തരത്തിലുള്ള ലഹരികൾ ഉപയോഗിച്ചുകൊണ്ട് സംഭവിക്കുന്ന അസ്വസ്ഥതകളാണ് തുടങ്ങുന്നത്. ആ സിഗരറ്റിൽ തുടങ്ങുന്ന ഒരാൾ ഒരുപക്ഷെ ഈ രാജ്യത്ത് തന്നെ കാണുന്ന ഏറ്റവും വലിയ അപകടകരമായ ലഹരി വസ്തുവിലേക്ക് എത്തിപ്പെടുന്നു. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ അവസ്ഥ. വീടുകളിൽ ഇത്തരത്തിലുള്ള അസ്വസ്ഥതകളും അപകടങ്ങളും വീട്ടുകാരെ ആക്രമിക്കുന്നതും ഒക്കെ ആയിട്ട് ഒരുപാട് നാട്ടായി ദിനംപ്രതി നമ്മൾ കാണുന്നതല്ലേ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ തിരൂരിൽ നിന്ന് പിടിച്ചത് 48 കിലോ കഞ്ചാവാണ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പിടികൂടിയത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടെ 35-40 ഇങ്ങനെയുള്ള അളവിലാണ് ഈ കഞ്ചാവ് പിടികൂടപ്പെടുന്നത്. ഇതിന് ഉപയോഗിക്കാൻ ആളുള്ളത് കൊണ്ടാണല്ലോ ഇത്രയും നമ്മളെ നാട്ടിൽ കേരളത്തിൽ എത്തുന്നത്. ഇത് ഉപയോഗിച്ച് ഒരുവിധം ആളുകൾ നമ്മൾ ഇതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വീട്ടുകാർക്ക് ഇറങ്ങി നടക്കാൻ പറ്റും. വീട്ടിലുള്ള നമ്മുടെ ഉമ്മ പെങ്ങന്മാർക്ക് ഇറങ്ങി നടക്കാൻ കഴിയും. എന്റെ പൊന്നുമക്കളെ, ജീവിതം എന്ന് പറയുന്നത് ഇന്നൊരു ഏറ്റവും കുറഞ്ഞത് ആയുർദൈർഘ്യം 75 മുതൽ 80 വയസ്സ് വരെ പറയുന്നത്. 75 മുതൽ 80 വയസ്സ് വരെ. അതില് ഒരു 20 വയസ്സിലോ 15 വയസ്സിലോ ലഹരിയുടെ ഏതെങ്കിലും സാധനം ഉപയോഗിച്ച്, ഒന്നും വേണ്ട, ഹാൻസ് ആണെന്ന് കരുതാം, ഹാൻസ് പോലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ ഇത് ഉപയോഗിക്കുന്ന ഒരാളുടെ വായ്ക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം അയാൾക്ക് വരാവുന്ന ഗുരുതരമായ രോഗത്തിന്റെ ലക്ഷണം.
ഈ തൊലിക്കകത്ത്, ഏറ്റവും നിർമ്മലമായ തൊലിക്കകത്ത് കണ്ണാടിയിൽ വളരെ സസൂക്ഷ്മം സൂക്ഷിച്ചു നോക്കിയാൽ വെളുത്ത പാടകളോ കറുത്ത കുത്തുകളോ വീണിട്ടുണ്ടാവും. അത് പിന്നീട് ഒരു വലിയ ഉണലായി മാറിയോ അല്ലെങ്കിൽ വേദനയായിട്ടോ, ആ വേദനിക്കുമ്പോൾ വീണ്ടും ഇത്തരം സാധനം പുകയില ഉൽപ്പന്നങ്ങൾ വെച്ച് കുറച്ച് കഴിയുമ്പോൾ അവിടെ പൊട്ടി വിരലോ ബ്രഷോ പുറത്ത് ചാടുമ്പോഴേ അതിന്റെ അപകടം മനസ്സിലാവും. ആയതുകൊണ്ടാണ് കേരളത്തിൽ ഈ പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിച്ചത്. എത്രയോ ആളുകൾ, എന്റെ തൊട്ടടുത്ത വീട്ടിൽ തന്നെ എൻ്റെ ഒരു ബന്ധുവിന് പോലും ഈ പുകയില ഉൽപ്പന്നം, അതായത് ഹാൻസ് പാൻപരാഗ് ഉപയോഗിച്ച് ഈ പറഞ്ഞ അവസ്ഥ, അദ്ദേഹത്തിന് കഞ്ഞി കൊടുത്തിരുന്ന ദുരിതപൂർണമായ ഒരവസ്ഥ. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സങ്കടം തോന്നിപ്പോ. അവസാനം കഞ്ഞി ജ്യൂസ് അടിച്ച് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തല ചെരിച്ച് മടിയിലേക്ക് ആ സ്ത്രീ കിടത്തുക, ഭാര്യ, ചെറുപ്പക്കാരിയായ ഭാര്യ. എന്നിട്ട് ഇവിടെയുള്ള ഈ ദ്വാരത്തിലൂടെ പൊട്ടി, ക്യാൻസർ വന്ന് പൊട്ടിയ ഈ ലഹരി വസ്തു പാൻപരാഗ് ഉപയോഗിച്ചിട്ട് പൊട്ടിയ ഭാഗത്തൂടെ ആ കഞ്ഞി പുറത്ത് പോവാതിരിക്കാൻ തുണിയൊക്കെ വെച്ച് അമർത്തിയിട്ട്, അവിടെ മുറിവ് കെട്ടിയിട്ടുണ്ടാവുമെങ്കിലും ലീക്കാവുമല്ലോ, എന്നിട്ട് വായിലേക്ക് കഞ്ഞി ഒഴിച്ചു കൊടുക്കുന്ന ആ സ്ത്രീയുടെ ഒരു ദയനീയത. ആ അനുഭവിച്ചയാൾ അവിടെ കിടന്ന് എത്രത്തോളം സങ്കടപ്പെട്ടിട്ടുണ്ടാവാം. ഇത് ഞാൻ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു, രക്ഷണ്ടോ? ഉപയോഗിച്ച് ഈ അവസ്ഥയിലെത്തിയിട്ട് ഇത് ഞാൻ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്ന് വിചാരിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ